അപ്പോൾ ഇന്ന് ഗ്യാസൊക്കെ വെച്ച് നമ്മൾ ചെറിയൊരു പരിപാടി ചെയ്യാൻ പോവുകയാണ്. മുട്ടത്തോരൻ. പല മുട്ടകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മുട്ട അധികം ആരും കഴിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ അധികം ആൾക്കാർ കഴിക്കാത്തൊരു മുട്ട വെച്ചിട്ടാണ് നമ്മൾ മുട്ടത്തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഓംലെറ്റാണ് ഉദ്ദേശിച്ചത്, പിന്നെ മുട്ടത്തോരനിലോട്ട് പോയതാണ്. നല്ല മുതുക്ക് കാറ്റൊക്കെ ഉണ്ട്, അപ്പം നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്പെഷ്യൽ എമുവിൻ്റെ മുട്ട. എമുവിൻ്റെ മുട്ട വെച്ചിട്ട് മുട്ടത്തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ. നല്ല പച്ച കളറിലാണ് ഈ മുട്ട വരുന്നത്. ഒരു ഒന്നൊന്നര മുതുക്ക് സൈസിലാണ് ഈ ഒരു എമുവിൻ്റെ മുട്ട ഇരിക്കുന്നത്. കാടമുട്ടയും കോഴിമുട്ടയൊക്കെ അതിൻ്റെ മുന്നിൽ നിസ്സാരം. കാണുമ്പം തന്നെ അറിയാം നല്ല ചീമ്പിളി സാധനം. അപ്പം നമുക്കിനി ഒന്നും നോക്കണ്ട, എമുവിൻ്റെ മുട്ട നമുക്ക് പൊട്ടിക്കാം. ലൈഫിൽ ആദ്യമായിട്ട് നമ്മൾ എമുവിൻ്റെ മുട്ട കഴിക്കാൻ പോവുകയാണ്. ഇനി അടുത്ത് നമുക്ക് ഒട്ട പശുവിൻ്റെ മുട്ട കഴിക്കാം. കാടമുട്ട, കോഴിമുട്ട, താറാമുട്ട, മീൻ മുട്ട, ഇങ്ങനെ ഒരുപാട് വെറൈറ്റി മുട്ട കഴിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയും വലിയ പക്ഷിയുടെ മുട്ട കഴിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് മണപ്പിച്ച് നോക്കാം. മണമൊക്കെ നമ്മൾ സാധാരണ കോഴിമുട്ടയുടെ ആ ഒരു മണം തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് നാറ്റമൊന്നുമില്ല. ഈ മുട്ട എൻ്റെ കൈ കിട്ടിയിട്ട് ഏകദേശം 1 മാസത്തിൽ കൂടുതലായി. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇത് തന്ന ചേട്ടൻ പറഞ്ഞു പറഞ്ഞാൽ 5-6 മാസം വരെ വെളിയിരുന്നാൽ ഈ മുട്ട ഒന്നും കേടാവില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ മുട്ട അതിലോട്ട് അങ്ങ് തട്ടി നോക്കാം. അതിൻ്റെ മുട്ടയുടെ മഞ്ഞയൊക്കെ തന്നെ നാട്ടിൽ ഒരുപാടുണ്ട്. ഈ മുട്ടയ്ക്ക് ഏകദേശം 1000 തൊട്ട് 2500 വരെ മാർക്കറ്റിൽ വിലയുണ്ട്. മുട്ടയുടെ അകം എന്ന് പറഞ്ഞാൽ ഫുള്ള് വൈറ്റ് ആയിട്ടുള്ള ഒരു പാടയിലാണ് ഇരിക്കുന്നത്. എല്ലാ മുട്ട ഇരിക്കും പോലത്തെ ആ ഒരു പാട തന്നെയാണ്. ഉപ്പും കുരുമുളകും മല്ലിയിലയും പച്ചവളവും ക്യാപ്സിക്കവും സവാളയും മാത്രമാണ് ഈ ഒരു മുട്ടത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്. മല്ലിയില വാരിയിടാം, പിന്നെ ഈ ക്യാപ്സിക്കം മൊത്തം അതിൻ്റെ അകത്ത് വാരിയിടാം. ക്യാപ്സിക്കം എല്ലാം വെച്ചിട്ട് നമുക്ക് ഇളക്കാം. നല്ല ടേസ്റ്റോടെ തന്നെ നമുക്ക് കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് എല്ലാം സെറ്റായിട്ടെ. കുറച്ച് പാലും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാമേ. പൊട്ടിത്തെറിക്കുമെന്ത് കഴിച്ചിട്ട് ഓടാം. വിചാരിച്ചത്ര വല്ല പേടിപ്പെടുത്തുന്ന ക്വാണ്ടിറ്റി ഒന്നും ഇതിൻ്റെ അകത്തില്ല. എന്നാലും നമുക്ക് ഒരാൾക്ക് വേണമെങ്കിലും ചുമ്മാ തിന്നാന്നേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ അടുത്തുള്ളവർക്ക് കൂടെ കൊടുക്കാം. എത്തി പോരാം. അപ്പോൾ നമുക്ക് നമ്മുടെ എമുവിൻ്റെ മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളി മുട്ടത്തോരൻ. ഇത്തിരി മഴയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മഴയും മുട്ടത്തോരനും കൂടെ സെറ്റ്. അപ്പോൾ നമുക്ക് കുറച്ച് വാരി തിന്നാമേ. ആദ്യമായിട്ടാണ് എമുവിൻ്റെ മുട്ടത്തോരൻ കഴിക്കുന്നത്. സൂപ്പർ വെടിച്ചിരി സാധനം. ഇല്ല, എമുവിൻ്റെ മുട്ട വരണമെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു റെസിപ്പി. പൊളി മുതുക്ക് സാധനം. ഇല്ല, ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തായാലും ഈ മുട്ട തന്ന് നമ്മളെ സഹായിച്ച നമ്മളെ സദാമിക്കയോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. ഇനി ഇതുപോലത്തുള്ള മുട്ടകൾ തരണം, പൊട്ടാപ്പശ്ശേരി മുട്ടയൊക്കെ തരണം. ഓക്കെ.